2024 ജൂലൈ 25 വ്യാഴാഴ്ചയിലെ ദേശാഭിമാനി അക്ഷരമുറ്റം പതിപ്പിൽ വന്ന ഏകദേശം എല്ലാ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പുതിയ വീഡിയോ ആണിത്. കൂട്ടുകാർ ഈ വീഡിയോ കണ്ടിട്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ വാർഡ് ഏതാണ്? രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ വാർഡ് ഏതാണ്? ഉത്തരം തൃശ്ശൂരിലെ ലല്ലൂറാണ് ആദ്യത്തെ ഡിജിറ്റൽ വാർഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏത് തുറമുഖത്തിനാണ് INNY-Y1 എന്ന ലൊക്കേഷൻ കോഡ് ലഭിച്ചത്? ഉത്തരം വിഴിഞ്ഞം. അടുത്ത ചോദ്യം, ലോകമെമ്പാടുമുള്ള വ്യത്യസ്തങ്ങളായുള്ള കാപ്പിരുചികൾ സംഗമിക്കുന്ന വേൾഡ് ഓഫ് കോഫിയുടെ കോപ്പൻഹേഗ് എഡിഷനിൽ സ്വീകാര്യത നേടിയ ഇന്ത്യയിൽ നിന്നുള്ള കാപ്പി ഇനം ഏതാണ്? ഉത്തരം വയനാടൻ റോബസ്റ്റ. അടുത്ത ചോദ്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ അടുത്തിടെ പ്രശംസിച്ച കേരളത്തിൽ നിന്നുള്ള സംരംഭം ഏതാണ്? ഉത്തരം കാർത്തുമ്പിക്കുടകൾ. അട്ടപ്പാടിയിലെ തമ്പ് എന്ന സ്ത്രീകളുടെ സംരംഭമാണ് ഇതിൻ്റെ നിർമ്മാണത്തിനു പിന്നിൽ. അടുത്ത ചോദ്യം, രാജ്യത്ത് തന്നെ അപൂർവമായി നടത്തുന്ന BCI 602 ബോൺ ബ്രിഡ്ജ് ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് ഏതാണ്? ഉത്തരം കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അടുത്ത ചോദ്യം, കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് നിലവാരം മെച്ചപ്പെടുത്താൻ കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിൻ്റെ പേര് എന്താണ്? ഉത്തരം E-Cube. അടുത്ത ചോദ്യം, അനധികൃതമായി ആൻറ്റിബയോട്ടിക്കുകൾ വിപണിയിലെത്തുന്നത് തടയാൻ ഡ്രഗ് കൺട്രോൾ വകുപ്പ് രൂപം കൊടുത്ത ഓപ്പറേഷൻ്റെ പേര് എന്താണ്? ഉത്തരം ഓപ്പറേഷൻ ഡബിൾ ചെക്ക്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ജൻ AI കോൺക്ലേവ് ജൂലൈ 11-12 തീയതികളിൽ കേരളത്തിൽ വച്ചു നടന്നു. ഏത് നഗരമാണ് ഈ പരിപാടിക്ക് ആതിഥേയത്വം വഹിച്ചത്? ഉത്തരം കൊച്ചി നഗരം. അടുത്ത ചോദ്യം, സാൻ ഫെർണാണ്ടോ എന്ന കപ്പലിൻ്റെ പ്രത്യേകത എന്താണ്? ഉത്തരം വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന ആദ്യത്തെ ചരക്ക് കപ്പലാണ് സാൻ ഫെർണാണ്ടോ. അടുത്ത ചോദ്യം, ലെനാക്കപവിർ എന്തിനെതിരെയുള്ള കുത്തിവയ്പ്പാണ്? ഒരു വൈറസിനെതിരെയുള്ള കുത്തിവയ്പ്പാണിത്. ഇത് എന്തിനെതിരെ ഉള്ളതാണ്? ഉത്തരം HIV ടൈപ്പ് 1, എയ്ഡ്സ് ഉണ്ടാക്കുന്ന HIV ടൈപ്പ് 1 വൈറസിനെതിരെയുള്ള വാക്സിനാണിത്. അടുത്ത ചോദ്യം, മുഴുവൻ ഭിന്നശേഷിക്കാർക്കും സവിശേഷ തിരിച്ചറിയൽ കാർഡ് നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ ഏതാണ്? ഉത്തരം മലപ്പുറത്തെ മഞ്ചേരിയാണ് ഈ നഗരസഭ. അടുത്ത ചോദ്യം, 2024 യൂറോ കപ്പിൽ വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റിയ ഗോളാഘോഷമായിരുന്നു പിൻകോഡ് ആഘോഷം. ഏതു കളിക്കാരനുമായി ബന്ധപ്പെട്ടതാണിത്? ഉത്തരം ലമിനെ യമാൽ. സ്പെയിനിലെ കാറ്റലൂനിയൻ പ്രവിശ്യയിലുള്ള റോക്കഫോണ്ടയിലാണ് യമാൽ ജനിച്ചത്. അവിടുത്തെ പിൻകോഡായ 304 വിരലുകൾ കൊണ്ട് ഉയർത്തിക്കാണിച്ചാണ് യമാൽ ഗോളുകൾ ആഘോഷിക്കാറുള്ളത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ സൗരദൗത്യമായ ആദിത്യ L1 ലഗ്രാഞ്ച് പോയിന്റ് 1 ചുറ്റുമുള്ള ആദ്യ ഹാലോ ഭ്രമണപഥം പൂർത്തിയാക്കിയത് എന്നാണ്? ഉത്തരം 2024 ജൂലൈ 2. L1 പോയിന്റിന് ചുറ്റും ഒരു തവണ ഭ്രമണം ചെയ്യാൻ 178 ദിവസമാണ് പേടകത്തിന് ആവശ്യം വന്നത്. അടുത്ത ചോദ്യം, 2024 ജൂണിൽ യുനെസ്കോ പുറത്തിറക്കിയ ലോകത്തെ 7 മികച്ച മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ മ്യൂസിയം ഏതാണ്? ഉത്തരം ഭുജ് സ്മൃതിവനം, ഗുജറാത്ത്. ഏത് വർഷത്തോടെയാണ് ഭാരതീയ അന്തരീക്ഷ ഭവൻ എന്ന് പേരിട്ടിരിക്കുന്ന ഇന്ത്യയുടെ ബഹിരാകാശ നിലയം സ്ഥാപിതമാകുന്നത്? ഉത്തരം 2035ഓടെ ഇത് സ്ഥാപിതമാകും. അടുത്ത ചോദ്യം, 2024 പാരീസിൽ വച്ച് നടന്നത് എത്രാമത്തെ ഒളിമ്പിക്സ് ആണ്? ഉത്തരം 33ാമത്തെ ഒളിമ്പിക്സ്. അടുത്ത ചോദ്യം, ആധുനിക ഒളിമ്പിക്സിന് തുടക്കം കുറിച്ചത് എവിടെയാണ്? ഉത്തരം ഏതൻസിൽ
1896 ഏപ്രിലാണ് ആദ്യ ഒളിമ്പിക്സ് ഏതൻസിൽ നടക്കുന്നത്. അടുത്ത ചോദ്യം, ആധുനിക ഒളിമ്പിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം പിയറി ഡി കുംബർട്ടിനാണ് ആധുനിക ഒളിമ്പിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഒളിമ്പിക്സിൻ്റെ ചിഹ്നം എന്താണ്? ഉത്തരം പരസ്പരം കോർക്കപ്പെട്ട 5 വളയങ്ങളാണ് ഒളിമ്പിക്സിൻ്റെ ചിഹ്നം. ഇതിൽ നീല എന്തിനെ സൂചിപ്പിക്കുന്നു? ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? ഉത്തരം യൂറോപ്പ്. അടുത്തത്, കറുപ്പ് വളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? ഉത്തരം ആഫ്രിക്ക. അടുത്ത ചോദ്യം, ചുവപ്പ് വളയം ഏത് ഭൂഖണ്ഡത്തെയാണ് സൂചിപ്പിക്കുന്നത്? ഉത്തരം അമേരിക്ക. അടുത്ത ചോദ്യം, മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? ഉത്തരം ഏഷ്യ. അടുത്ത ചോദ്യം, പച്ച ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? ഉത്തരം ഓസ്ട്രേലിയ. അടുത്ത ചോദ്യം, ഇൻ്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റി IOCയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? ഉത്തരം തോമസ് ബാച്ച്. അടുത്ത ചോദ്യം, ഒരു ഒളിമ്പിക്സിൽ 8 സ്വർണമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? ഒരു ഒളിമ്പിക്സിൽ 8 സ്വർണം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് മൈക്കൽ ഫെൽപ്സ് ആണ്. അമേരിക്കക്കാരനായ ഒളിമ്പിക് താരമാണ് അദ്ദേഹം. അടുത്ത ചോദ്യം, തുടർച്ചയായ 3 ഒളിമ്പിക്സുകളിൽ പങ്കെടുത്ത് 3 ഇനങ്ങളിൽ സ്വർണം നേടിയ ആദ്യ കായിക താരം ആരാണ്? ഉത്തരം ഉസൈൻ ബോൾട്ട്. അദ്ദേഹം ജമൈക്കക്കാരനാണ്. അടുത്ത ചോദ്യം, ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർക്ക് മാത്രമായി നടത്തുന്ന അന്താരാഷ്ട്ര കായികമേള ഏതാണ്? ഉത്തരം പാരാലിമ്പിക്സ്. അടുത്ത ചോദ്യം, ഒളിമ്പിക്സിൻ്റെ മുദ്രാവാക്യം എന്താണ്? ഉത്തരം ഫാസ്റ്റർ, ഹയർ, സ്ട്രോങ്ങർ, ടുഗദർ. അതായത് കൂടുതൽ വേഗത്തിൽ, കൂടുതൽ ഉയരത്തിൽ, കൂടുതൽ ശക്തിയിൽ എന്നതായിരുന്നു ഒളിമ്പിക് മുദ്രാവാക്യം. ഇതിൻ്റെ കൂടെ 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ടുഗദർ എന്നതും കൂടി കൂടിച്ചേർത്തു. അടുത്ത ചോദ്യം, പാരീസ് ഒളിമ്പിക്സിൻ്റെ ഭാഗ്യചിഹ്നം എന്താണ്? ഉത്തരം ഫ്രിജ്യൻ. കണ്ണുകളും കാലുകളുമുള്ള ത്രികോണാകൃതിയിലുള്ള രൂപമായ ഫ്രിജ്യനാണ് പാരീസ് ഒളിമ്പിക്സിൻ്റെ ഭാഗ്യചിഹ്നം. ഒരു ചെറു പ്രദേശത്ത് മണിക്കൂറിൽ 10 സെൻറ്റിമീറ്ററിന് മുകളിൽ മഴയുണ്ടാകുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണ്? ഉത്തരം മേഘവിസ്ഫോടനം അഥവാ ക്ലൗഡ് ബേസ്റ്റ്. ലോക മഴ ദിനം എന്നാണ്? ഉത്തരം ജൂലൈ 29. അടുത്ത ചോദ്യം, മഴയുടെ പേരിൽ കറൻസിയുള്ള രാജ്യം ഏതാണ്? ഉത്തരം ആഫ്രിക്കൻ കൺട്രിയായ ബോട്സ്വാന. ഇവിടുത്തെ കറൻസിയുടെ പേര് പുല എന്നാണ്. തീരെ കാണാൻ കഴിയാത്ത മഴയ്ക്ക് പറയുന്ന പേരെന്താണ്? ഫാൻറ്റം മഴ. ഇത് മരുഭൂമിയിലാണ് പെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.